നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നാളെ കുറിച്ച് ആകുലപ്പെടുകയാണ്. നാളെ ഏത് ഞായറാഴ്ച ദിവസം അല്ലേ? ഞായറാഴ്ച ദിവസത്തെ കുറിച്ച് അങ്ങ് ആകുലപ്പെടുകയാണ്. എന്താ പ്രോബ്ലം എന്നറിയാമോ? നിനക്ക് സാറ്റർഡേ മിസ്സായി അല്ലേ? നിന്റെ ലൈഫിൽ ഒരു സാറ്റർഡേ പോയി. നീ സൺഡേയെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ സൺഡേ വരുമ്പോഴോ മൺഡേയെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്റെ സൺഡേ പോയി. തിങ്കളാഴ്ച എന്താണ് ആകുലപ്പെടുന്നത്? ചൊവ്വാഴ്ചത്തെ കുറിച്ച് ആകുലപ്പെടുകയാണ്. നിന്റെ തിങ്കളാഴ്ച പോയി. ചൊവ്വാഴ്ചയോ? ബുധനാഴ്ചയെ കുറിച്ച് ആകുലപ്പെടണ്ടേ? ബുധനാഴ്ച പോയി. ബുധനാഴ്ചയോ? വ്യാഴാഴ്ചയെ കുറിച്ച് പിന്നെ ആരാകുലപ്പെടും? ബുധനാഴ്ച പോയി, വ്യാഴാഴ്ച പോയി. ചുരുക്കം പറഞ്ഞ നിന്റെ ജീവിതം മുഴുവൻ പോയി. അതാണ് അതിന്റെ ന്യായം. മനസ്സിലായോ? അതായത് നമ്മളിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും, ജീവിതം തീർന്നു. ആകുലപ്പെട്ട് അതേസമയം യാതൊരു ആകുലതയില്ല. ഇത് പറയുമ്പോ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാമോ? ചില ആളുകൾ ഇതങ്ങ് ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചിട്ട് പിന്നെ യാതൊരു പണിയും ചെയ്യാതെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ എന്ന് പറഞ്ഞങ്ങ് നടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് അതാണ്. അതായത് എന്താ പറയാ, യാതൊരു പണിയും ചെയ്യാതെ കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന, അത് വേദപുസ്തകത്തിന്റെ യഥാർത്ഥ അർത്ഥമല്ല. ഇത് ഒരു പണിയും ചെയ്യാതിരിക്കാനുള്ള ക്ഷണമല്ല. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10 മുതൽ 11 വരെ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി. എന്താണ്? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എന്നിട്ട് ചില ആളുകളെ കുറിച്ച് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പണിയും ചെയ്യാതെ അലസരായി കഴിയുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു, അവർ ശാന്തരായി പണിയെടുത്ത് അപ്പം ഭക്ഷിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അത് പണിയെടുക്കാതിരിക്കാനുള്ള ക്ഷണമല്ല, ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ ദൈവം പരിപാലിക്കും. കർത്താവ് പറയുകയാണ്, ഇതാ ഇങ്ങനെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. പക്ഷികൾ രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് പക്ഷികൾ നമ്മുടെ പറമ്പിലൊക്കെ വന്ന് ഇങ്ങനെ വായും തുറന്നിരിക്കുകയാണോ? പക്ഷികൾ എന്നാ ചെയ്യുന്നേ? അതിങ്ങനെ തപ്പി നടക്കാണ്. എവിടാണ് ഒരു സാധനം ഉള്ളത് ഇങ്ങനെ തപ്പി അത് കൊത്തി തിന്ന് അന്വേഷിച്ച്, അല്ലാതെ ഒരു സൈഡിൽ കിടന്നുറങ്ങാണോ പക്ഷി? ആണോ? പക്ഷികൾ എന്നാ ചെയ്യുന്നത്? പക്ഷികൾ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇവിടെ 2 കൊത്ത് കൊത്തി, അങ്ങോട്ട് ചെന്ന് 2 കൊത്ത് കൊത്തി, തൊണ്ടാ അവിടെ അവന്മാരുണ്ട്, അങ്ങോട്ട് പോണ്ടാ, ഇപ്പുറത്തോട്ട് വന്ന് 2 കൊത്ത് കൊത്തി, അതിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശത്തിലെ പക്ഷികളെ പോലെ ഞങ്ങള് വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷികൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു, ദൈവത്തെ അന്വേഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്?